സി കൃഷ്ണകുമാർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ പല ബൂത്തുകളിലെ ഒരു പരാതി, തെരഞ്ഞെടുപ്പ് പ്രക്രിയ വൈകിപ്പോവുകയാണ്, എത്തിയാൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരും. നമുക്ക് പുതുപ്പള്ളിയിലേക്ക് ഇതേ സമാന അനുഭവമുണ്ട്. അങ്ങനെ എന്തെങ്കിലും പരാതികൾ എവിടെയെങ്കിലും കിട്ടുന്നുണ്ട്? ഞാൻ കാലത്ത് ബൂത്തുകളിൽ ഒരു 20-25 ബൂത്തിൽ യാത്ര ചെയ്ത സമയത്ത് ഒരു 4ഓളം ബൂത്തുകളിൽ ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചു. ഞാൻ റിട്ടേണിംഗ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു. അഡീഷണൽ ആയിട്ട് ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കാൻ, പോളിംഗ് ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കാനുള്ള വ്യവസ്ഥ ചെയ്തു. അത് 4 ബൂത്തുകളിൽ അത്തരത്തിൽ 10 മണിയോടുകൂടി ചെയ്തിട്ടുണ്ട്. ചില ബൂത്തുകളിൽ വല്ലാതെ ഒരു ആവറേജ് 70 മുതൽ 80 വരെ ആളുകൾ ഒരു മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്തണം, ഏറ്റവും ചുരുങ്ങിയത്. അത് ചില ബൂത്തുകളിൽ 50 വരെയൊക്കെ ആയിരുന്നു. അത്തരം ബൂത്തുകളിൽ പോയ സമയത്ത് ഞാൻ അത് റിട്ടേണിംഗ് ഓഫീസറെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർ അഡീഷണൽ ആളുകളെ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ അനുഭവം വെച്ച് നേരത്തെ തന്നെ ഞാൻ അതിൽ ഇടപെട്ട് ആ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും ബൂത്തുകളിൽ യാത്ര ചെയ്യുന്നുണ്ട്. അത്തരം പരാതികൾ ലഭിച്ചാൽ ഉടനെ ഇടപെടും. കാരണം ഞാൻ ഓരോ ബൂത്തിൽ പോകുന്ന സമയത്ത് അവിടെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ എത്ര അവേഴ്സായി എന്നുള്ളത് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും ഒരു ആവറേജ് പോളിംഗ് വരുന്നുണ്ടോ. ഇത് ഉദ്യോഗസ്ഥരുടെ കുറവാണോ അതോ നിലവിലുള്ള സംവിധാനത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ? ഉദ്യോഗസ്ഥരുടെ അത് പ്രിസൈഡിംഗ് ഓഫീസർമാരും പോളിംഗ് ഓഫീസർമാരുടെയും പരിചയക്കുറവ് ഇതിലൊരു ഘടകമാണ്. കാരണം അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ. പിന്നെ ഇപ്പോ ഒരു പുതിയൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, കാരണം ഇരട്ട വോട്ട് സംബന്ധിച്ച്. അതിൽ സംശയമുള്ള ആളുകളുടെ നിന്ന് ഡിക്ലറേഷൻ വാങ്ങണം, അവരുടെ ഫോട്ടോ എടുക്കണം, അവരുടെ വീഡിയോ എടുക്കണം, ഒരു ആപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ടൈം എടുക്കുന്നതാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർ പറയുന്നത്. അപ്പൊ ഇരട്ട വോട്ടും ഈ നടപടിക്രമം വൈകിപ്പിക്കുന്നുണ്ട്. അതെ, ഒരു ബൂത്തിൽ പോയ സമയത്ത് അവിടെ 60 ഷിഫ്റ്റഡ് ഡെത്ത് കേസുകളായിട്ടുള്ള 60 വോട്ടർമാരുടെ ലിസ്റ്റ് ആ ബൂത്തിലുണ്ട്. ഈ 60 അതിൽ ചില ആളുകൾ ഷിഫ്റ്റഡ് എന്നുള്ളതിൽ ചില ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് അവരുടെ എല്ലാ ഡീറ്റെയിൽസും, ഡിക്ലറേഷൻ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അത് 7-8 മിനിറ്റ് ഒരാളുടെ എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഡിലേ വരുത്തുമല്ലോ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഇതുവരെയുള്ള ഒരു കണക്ക് ഒരു ഏകദേശം പരിശോധിച്ച് വന്നപ്പം നമ്മുടെ ഗ്രാമനഗര വ്യത്യാസം പ്രകടമായെന്ന് തോന്നുന്നു. പോളിംഗിൽ നഗരം അല്പം പിന്നിലാണ്, എന്നാൽ ഗ്രാമമേഖലകളിൽ ഇത്ര ഇതായിട്ട് പോകുന്നുണ്ട്. അതേതെങ്കിലും ഒരു ട്രെൻഡിന്റെ സൂചന നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ട്? അല്ല, നഗരത്തിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ചെറിയ ഒരു ശതമാനത്തിൽ താഴെയാണല്ലോ. അത് നഗരമേഖലയിൽ വൈകിട്ട് 3:30-4 മണിയോട് കൂടിയിട്ട് പോളിംഗ് കൂടുതലായി വരും. കാരണം നഗരമേഖലയിൽ കൂടുതൽ സ്വന്തമായ വല്ല സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് ഗ്രാമമേഖലയായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത്. അതിന്റെ ഒരു വ്യത്യാസമാണ്. അത് വൈകിട്ടോടുകൂടി അത് മാറും. എല്ലാവരും ഈ നഗരം എന്ന് പറയുമ്പോൾ BJPയുടെ സ്വാധീന മേഖലകളാണ് പാലക്കാട് നഗരമേഖലകൾ എന്നാണ് കരുതുന്നത്. അത് എന്തെങ്കിലും സ്വന്തം മേഖലകളിലും ചോർച്ച ഉണ്ടാവുന്നുണ്ടോ? ഒരു ചോർച്ചയില്ല. ഞങ്ങളുടെ ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യാനുള്ള ഒരു മിഷനറി ഞങ്ങൾക്കുണ്ട്. അതിന്റെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളൊരു പാരലായിട്ട് ഒരു വോട്ടർ പട്ടിക തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ആ വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വോട്ടുകൾ പൂർണ്ണമായി എല്ലാം പോൾ ചെയ്യപ്പെടും. എല്ലാ 6 മണിയോടുകൂടി ഞങ്ങളുടെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യപ്പെടും. ഈ കഞ്ചിക്കോട് പോലെയുള്ള വ്യവസായ മേഖലകളിൽ ജോലിക്ക് പോയവരുണ്ട്, അവർക്ക് വൈകിട്ട് തിരിച്ചു വരുള്ളൂ, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, പാലക്കാട് നഗരത്തിന്റെ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ അവർക്ക് ലീവ് എടുക്കില്ല. അവർ 1 മണിക്കൂറൊക്കെ പെർമിഷൻ വാങ്ങിയിട്ടാണ് വൈകിട്ട് വന്ന് വോട്ട് ചെയ്യുക. കാലത്ത് 8 മണിക്ക് മുമ്പ് വോട്ട് ചെയ്ത ആളുകളുണ്ട്. ഈ ബാക്കിയുള്ള ആളുകൾ 4 മണിക്ക് ശേഷമാണ് വരിക. അതിന്റെ ഒരു പ്രശ്നം. ഒരു കാര്യം കൂടി, 75% പോളിംഗ് കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ ഇടമാണ്. ഇത്തവണ അതിനൊപ്പമോ അതിന് മുകളിലേക്ക് പോകും അങ്ങനെ കരുതുന്നുണ്ട്? അതിനൊപ്പം എത്തും. ഏകദേശം ആ ഇതിൽ തന്നെ 75% അടുത്ത് തന്നെ എത്തും. താങ്ക് യു.